ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പാല് കാച്ചുണ്ടായിരുന്നു. മറ്റാരുടെയല്ല, എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയാണ്. അവരുടെ ഒരുപാട് നാളത്തെ സ്വപ്നം അങ്ങനെ സഫലമായിരിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വീട് ഇരിക്കുകയാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു, വലതുകാലം വെച്ച് അവർ അകത്ത് കയറി. ഒത്തിരി സന്തോഷമുണ്ട്, ഒരു കുഞ്ഞി സങ്കടമുണ്ട്. സന്തോഷം, അവർക്ക് പുതിയൊരു വീട്, സ്വന്തമായിട്ടൊരു വീട്, അവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം നടന്നു. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ, കാവാലത്ത് ചെല്ലുമ്പോൾ അവരവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. അപ്പോൾ തീയൊക്കെ കത്തിച്ചു, പാല് കാച്ചാൻ നേരമായിരിക്കുകയാണ്. രാവിലെ 7:30-ക്കും 8:20-നും ഇടയ്ക്കായിരുന്നു സമയം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് പാല് കാച്ചാനായിട്ട് കലമൊക്കെ വെച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ പാലൊക്കെ തിളച്ച് തൂകി. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ 4.5 വർഷം കൂടിയിരുന്ന് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് ഇതുപോലെ സന്തോഷമായിട്ടൊരു ഫങ്ഷൻ കൂടുന്നത് 4.5 വർഷം കൂടിയിരുന്ന് ആദ്യമായിട്ടാണ്. കുഞ്ഞാപ്പ ഉണ്ടായ പിന്നെ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ ആൾക്കാരെ കാണിക്കാനുള്ള മടി കൊണ്ടല്ല, കുറച്ച് ആൾക്കാർ കൂടുന്നിടത്ത് പോയാൽ അവനെ പോലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നാണ് അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വെയിറ്റോ അങ്ങനെ എല്ലാ ആഹാരം കഴിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് അവർക്ക് അസുഖം ഉണ്ടാകുന്നത്. അങ്ങനെ അസുഖം എന്തെങ്കിലും വന്നാൽ പിന്നെ 1-2 മാസത്തേക്ക് പോക്കാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ എവിടെയും പോകാറില്ല. ഞങ്ങൾ ആകെ കൂടെ പുറത്തിറങ്ങാറ് അമ്പലത്തിൽ പോകാനും പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാനുമാണ്. ഒത്തിരി നാൾ കൂടിയിരുന്ന് മനസ്സ് തുറന്ന് സന്തോഷിച്ച ദിവസമായിരുന്നു ഇത്. എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊക്കെ ചിരിക്കാൻ തന്നെ പേടിയാണ്. ഞാൻ 1 മിനിറ്റ് ചിരിച്ചാൽ 1 മണിക്കൂർ കരയണം. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. എന്നാലും അതൊക്കെ മറന്ന് ഞാനും കുഞ്ഞും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അവനും ഒത്തിരി സന്തോഷമുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കാരെയൊക്കെ കണ്ടു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവന് സൗണ്ട് പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു മുറിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ കഴിക്കാൻ പോയപ്പോഴേക്ക് അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് എല്ലാവരും കൂടെ. അവൻ കൂടുതൽ സമയം അവനങ്ങനെ എല്ലാവരുടെ കയ്യിലും അങ്ങനെ ഇരിക്കാറില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഫ്രൈഡ് റൈസ് ആയിരുന്നു, അതെല്ലാം കഴിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ നന്മകളും നേരുന്നവർക്ക്